പ്രശാന്ത് കൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത് പറയൂ. തന്നെ 22 പേരിൽ 18 പേര് കടലിലേക്ക് ചാടി. 4 പേരെ കാണാനില്ല. 4 പേരുടെ അവസ്ഥ എന്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ 4 പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ കപ്പലിന്റെ അപകടം ഈ ദൃശ്യം കാണുമ്പോൾ മധ്യഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കപ്പലിന്റെ താഴത്തെ ഡെക്കിലാണ് തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഇനി മാത്രമേ വിവരങ്ങൾ ലഭ്യമാകൂ. ഏതായാലും പ്രഥമ പരിഗണന ഇപ്പോൾ രക്ഷാദൗത്യമാണ്. രക്ഷാദൗത്യത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ രാജ്ദൂത് ഈ ന്യൂ മംഗളൂരുവിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ അർണവേഷ് എന്ന കപ്പൽ, ഒപ്പം കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ നിന്നും അതുപോലെ അങ്ങനെ 2 കപ്പലുകൾ കൂടി ബോട്ടുകൾ കൂടി തിരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും നടത്തിയിരിക്കുന്നത്. ഏതായാലും ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ബേപ്പൂരിൽ നിന്ന് 73 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് കോഴിക്കോട് നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് 144 കിലോമീറ്റർ അകലെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ തീപിടുത്തത്തിൻ്റെ ദൃശ്യമാണ്. കപ്പൽ ഇപ്പോഴും ഇതുവരെ നമുക്ക് ഈ ദൃശ്യങ്ങൾ ലഭിക്കുമ്പോഴും കപ്പൽ മുങ്ങിയിട്ടില്ല. പക്ഷേ ഏതാനും കണ്ടെയ്നറുകൾ 20 കണ്ടെയ്നറുകൾ കടലിൽ വീണിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ കടലിൽ വീഴുന്നതിന് മുൻപ് തന്നെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ആ തീപിടുത്തത്തിലും അതിനുശേഷമുണ്ടായ പൊട്ടിത്തെറിയിലുമാകണം ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ടാകുക. ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്താണ് എന്ന വിവരം ഇപ്പോഴും ലഭ്യമല്ല. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ വിമാനങ്ങളാണ്. ആ വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ഡെക്കിൽ നിന്നുള്ള ചിത്രങ്ങളടക്കം പ്രശാന്തിലേക്ക് മടങ്ങി വരാം. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് ഞാൻ പ്രശാന്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ആ തീപിടുത്തം ഉണ്ടായി അതിന് പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു വിമാനത്തിൽ നിന്ന് പകർത്തിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീപിടുത്തമുള്ള സമയത്തുള്ള ദൃശ്യങ്ങൾ, തീ അടച്ചോ എന്നുള്ള വിവരം കൂടി ഈ സമയത്ത് നമുക്ക് ലഭ്യമായിട്ടില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. അതായത് തീപിടുത്തം ഉണ്ടായ സമയത്തെ ദൃശ്യങ്ങൾ. അപകടം നടന്ന സമയത്തെ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെയുള്ള ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നോക്കൂ, വലിയ തീപിടുത്തമാണ്. പക്ഷേ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ ആ കപ്പലിന്റെ മധ്യഭാഗത്താണ്, നടുഭാഗത്താണ് ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിൽ ആ കണ്ടെയ്നറുകളൊക്കെ, കപ്പൽ ഇപ്പോഴും മുങ്ങിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ 4 ജീവനക്കാർ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്.